ഹായ്, ഞാൻ അദീബ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 15,000 രൂപയ്ക്ക് താഴെയുള്ള ബെസ്റ്റ് സ്മാർട്ട് ഫോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ 20,000 രൂപയ്ക്ക് താഴെയുള്ള ബെസ്റ്റ് സ്മാർട്ട് ഫോൺസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിൽ ഫസ്റ്റ് തന്നെ ഉള്ള ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ റെഡ്മി നോട്ട് 10 പ്രോ എന്നുള്ളൊരു ഫോണാണ്. ഈ ഫോൺ കഴിഞ്ഞ വർഷം വന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമുക്ക് 15,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചില സമയത്ത് ഈ ഫോണിൻ്റെ പ്രൈസ് 14,999 രൂപയ്ക്ക് കിട്ടാറുണ്ട്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 6GB 128GB ആണ്. ഈ പ്രൈസിന് ഈ ഫോൺ ശരിക്കും വർത്താണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് 16,000 രൂപയ്ക്ക് മേടിച്ചാലും 15,000 രൂപയ്ക്ക് മേടിച്ചാലും ഒരു സൂപ്പർ ആയിട്ടുള്ള ഫോണാണ് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഇതിൽ വരുന്നത്. HDR10 സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ കോർണിംഗ് ഗോളാസ് 5 പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേക്ക് ഉണ്ട്. ഗ്ലാസ് ബോഡിയാണ് ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ടും ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൺ 732G പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അഡ്രിനോ 618 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. LPDDR4X റാം ടൈപ്പാണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5020 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 വരുന്നത്. MIUI 12 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് മോട്ടോ G60 എന്നുള്ള ഫോൺ. ഈ ഫോണും ഇറങ്ങിയ സമയത്ത് ഏകദേശം 19,000 രൂപ പ്രൈസ് റേഞ്ചിൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത ഫോണാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് തന്നെ ഈ ഒരു ഫോൺ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 6GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് 15,999 രൂപയാണ്. പക്ഷേ ഈ ഒരു ഫോൺ ചില സമയങ്ങളിൽ നമുക്ക് 14,999 രൂപയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ 16,000 രൂപയ്ക്ക് മേടിച്ചാലും 15,000 രൂപയ്ക്ക് മേടിച്ചാലും ഇത് വർത്തായിട്ടുള്ള ഫോൺ തന്നെയാണ്. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. HDR10 സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡായിട്ട് പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 732G പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു 5000 mAh ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററി ഇതിൽ നൽകിയിട്ടുണ്ട്. 20 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 വരുന്നത്. ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് മോട്ടോറോള. പിന്നെ ഈ ഫോണിൽ വരുന്ന ക്യാമറ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു 108 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. അടുത്തത് റെഡ്മി നോട്ട് 11. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 13,499 രൂപയാണ്. ഈ ഫോൺ ലോഞ്ച് ചെയ്തപ്പോഴും ഇതേ പ്രൈസ് തന്നെയായിരുന്നു. ഇപ്പോഴും ഇതേ പ്രൈസായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റാണ് ഇതിൽ വരുന്നത്. പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 680 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അഡ്രിനോ 610 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 വരുന്നത്. MIUI 13 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. പിന്നെ ഈ ഫോണിൽ വരുന്ന ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അടുത്തത് റിയൽമി നാർസോ 50 എന്നുള്ള ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 12,999 രൂപയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. MediaTekൻ്റെ ഹീലിയോ G96 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മാലി G57 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 വരുന്നത്. റിയൽമി UI 2.0 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഫോണിൽ വരുന്ന ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസുമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അടുത്തത് IQ Z6 44 വാട്ട്.
ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 14,999 രൂപയാണ്. ഇതേ സെയിം ഫോൺ വിവോയിൽ വരുന്നുണ്ട്, വിവോ T1 എന്നുള്ള പേരിൽ. രണ്ട് ഫോണും എക്സാക്ട്ലി സെയിം ആണ്. നിങ്ങൾക്ക് ഐക്യുവിൻ്റെ ബ്രാൻഡിങ് ഇഷ്ടമല്ലെങ്കിൽ വിവോൻ്റെ ബ്രാൻഡിങ് ചൂസ് ചെയ്യാവുന്നതാണ്. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം പ്രൈസാണ് വരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഈ ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ്സും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ തരുന്നില്ല. ഇവിടെ കൊടുത്തിട്ടുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. കോൽകോം സ്നാപ്ഡ്രാഗൺ 680 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. Adreno 610 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 വരുന്നത്. ഫൺ ടച്ച് ചോയ്സ് ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ നൽകിയിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് വരുന്നത്. 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് ക്യാമറയുമാണ് ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് പോക്കോയുടെ M4 Pro 4G എന്നുള്ള ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 14,999 രൂപയാണ്. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കോർണിംഗ് ഗൊറില്ലാസിൻ്റെ 3 പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. MediaTekൻ്റെ Helio G96 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 വരുന്നത്. MIUI 13 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഈ ഫോണിൽ വരുന്ന ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ 5G ഫോണാണ് നോക്കുന്നതെങ്കിൽ പോക്കോയുടെ തന്നെ M4 Pro 5G എന്നുള്ളൊരു ഫോൺ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 14,999 രൂപയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. MediaTekൻ്റെ Dimensity 610 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ. ഈ ഒരു ഫോണിൽ നോക്കുകയാണെങ്കിൽ 9 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. Mali G57 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 വരുന്നത്. MIUI ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഈ ഫോണിൽ വരുന്ന ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും 6 മണിയാകുന്ന സമയത്ത് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ Instagram ID ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ Instagram വഴിയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.